എത്രയാ? 2. ഇത് മതിയോ? മതി. ഹലോ, ഹെൽപ്പ് ചെയ്യട്ടെ? പേടിയോ? വാ ഞാൻ പിടിക്കാം. മെല്ലെ. ആയ്. കുട്ടികൾക്ക് ഇപ്പൊ ഡേ കെയറിൽ പോകാൻ നല്ല ഇൻട്രസ്റ്റ് ഉണ്ട് അല്ലേ? ശരിയാ. എപ്പോ നോക്കിയാലും ആ സെബാസ്റ്റ്യൻ സാറിന്റെ അനിയൻ ചെക്കനെ കുറിച്ച് പറയാനേ നേരമുള്ളൂ. മീര പറഞ്ഞത് ശരിയാ, പക്ഷെ ആകെ ഒരു ചെറിയ ടെൻഷൻ എന്താന്ന് വെച്ചാ ആ ചെറുക്കനെങ്ങാനും നമ്മുടെ കുട്ടികളെ ഉപദ്രവിക്കുന്നുള്ളതാ. നീ വെറുതെ മനുഷ്യനെ പേടിപ്പിക്കല്ലേ. ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ബുദ്ധി വളർച്ചയില്ലാത്ത കുട്ടിയാ. കരയല്ലടാ, ക്ലാസ് കഴിഞ്ഞിട്ട് വാങ്ങിത്തരാ. എടാ വാങ്ങിത്തരാന്ന് പറഞ്ഞില്ലേ, ക്ലാസ് കഴിഞ്ഞിട്ട് വാങ്ങിത്തരൂ. ഇവനെ ഞാൻ എന്നാല് വാങ്ങിത്തരാന്ന് പറഞ്ഞില്ലേ, വാശി പിടിക്കരുത്. എത്ര പ്രാവശ്യം പറഞ്ഞാലും കേൾക്കൂല. മിണ്ടി പോയത് ഇവിടുന്ന്. എന്തേ കാണിക്കുന്നേ? സുഖമില്ലാത്ത കുട്ടിയല്ലേ? സുഖമില്ലാത്ത കുട്ടി ജനിച്ചന്ന് മുതൽ തുടങ്ങിയ സ്വൈര്യക്കേട്. വീട്ടിലും സ്വൈര്യമില്ല, എവിടെയും സ്വൈര്യമില്ല. ഇവൻ എന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പപ്പയും മമ്മിയും ഒരു പ്ലെയിൻ ക്രാഷിൽ അങ്ങോട്ട് പോയി. അവർക്ക് സുഖമാണ്, ഇനി ഒന്നും അറിയണ്ടല്ലോ. ബുദ്ധിമുട്ടാ ഞാനും. കുട്ടിക്ക് അറിയാം ഇവന് വേണ്ടിട്ട് ഞാൻ കല്യാണം വരെ കഴിക്കാത്തത്. അല്ലാതെ പെണ്ണ് കിട്ടാൻ ഒന്ന് മാറിക്കേ. പാവ വേണം പോലും. നല്ലതല്ലേ? അടി വയലന്റ് ആയി കഴിഞ്ഞാൽ കടിക്കും. ഡോറേന്റെ പാവ വാങ്ങിത്തരാൻ ഞാൻ പറഞ്ഞില്ലേ. ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ. പെൺകുട്ടം കരയണ്ട, ടീച്ചർ വാങ്ങിത്തരാട്ടോ. എന്ത് വാശിയത്? എന്ത് ചെയ്യാനാ എന്റെ വിധി. ദേ നോക്കി. ഡോറ. ചേച്ചി അയ്യോ, ഇത് ഭയങ്കര അത്ഭുതമായിട്ടോ. ആരടുത്ത് അങ്ങനെ പോവാത്ത. ചില സമയത്ത് ഞാൻ വിചാരിക്കും കുറച്ച് വിഷം വാങ്ങി ഇവനും കൊടുത്ത് ഞാനും കഴിച്ചാലോ. എന്താ സർ, അങ്ങനെയൊന്നും പറയല്ലേ.